വെൽക്കം ടു ഹന്നാസ് ഇംഗ്ലീഷ്. നമ്മളൊരു ATM കൗണ്ടറിൻ്റെ മുമ്പിൽ ക്യാഷ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണെന്ന് കരുതുക. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നതിന് വേണ്ടി ടോക്കൺ എടുത്ത് കാത്തു നിൽക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ പിന്നിൽ നമ്മളെക്കാൾ പ്രായമുള്ള നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളെപ്പോലെ തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അയാളോട് സ്വാഭാവികമായിട്ടും വളരെ ബഹുമാനത്തോടു കൂടി പറയല്ലോ, എനിക്ക് ധൃതിയില്ല, നിങ്ങൾ എന്നേക്കാൾ മുമ്പ് പോയിക്കോളൂ. കാരണം ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും. അപ്പോൾ നമ്മൾ അയാൾക്കൊരു പരിഗണന കൊടുക്കുമല്ലോ, എനിക്ക് ധൃതിയില്ല, നിങ്ങൾ എന്നേക്കാൾ മുമ്പ് പോയിക്കോളൂ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇനി അതുപോലെ തന്നെ വേറൊരു സന്ദർഭം പറയാം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറേ ആളുകളെ ഒരു ടേബിളിന് ചുറ്റും ഇരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളോട് പറയല്ലോ, നിങ്ങൾ ആദ്യം എടുത്തോളൂട്ടോ, നിങ്ങൾ ആദ്യം വിളമ്പിക്കോളൂട്ടോ എന്ന് പറയല്ലോ. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇതൊക്കെ പറയാൻ ഇംഗ്ലീഷിൽ 2 വാക്കുള്ള ഒരു ഫ്രേസ് ഉപയോഗിച്ചാൽ മതി. ഏതാണ് ഫ്രേസ്? ആഫ്റ്റർ യു. എന്താണ് ആഫ്റ്റർ യു? എന്താണ് ഈ ഫ്രേസിൻ്റെ ഉപയോഗം? ഇതുപോലെ എന്നേക്കാൾ മുമ്പേ നിങ്ങളത് ചെയ്തോളൂട്ടോ എന്ന് ഒരാളോട് വളരെ ബഹുമാനത്തോടു കൂടി പറയുന്നതിന് വേണ്ടിയാണ് ആഫ്റ്റർ യു എന്ന ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു ATM കൗണ്ടറിൻ്റെ മുമ്പിലാണെങ്കിലും, ഇനി ഡോക്ടറെ കാണാൻ നിൽക്കുമ്പോഴാണെങ്കിലും, ഇനി അതെല്ലാം നമ്മൾ ഭക്ഷണം ആദ്യം എടുത്ത് കഴിച്ചോളൂട്ടോ എന്ന് പറയാനാണെങ്കിലൊക്കെ ആഫ്റ്റർ യു എന്ന ഈ ഒരൊറ്റ ഫ്രേസ് മാത്രം ഉപയോഗിച്ചാൽ മതി. ആദ്യം നിങ്ങൾ ചെയ്തോളൂ, അതിനുശേഷം ഞാൻ ചെയ്യാം, ആ ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ ഈ ഫ്രേസ് നിങ്ങളുടെ സംഭാഷണത്തിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.